പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷാലോം നൈറ്റ് വിജിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക. നമുക്ക് ഈ നിമിഷം നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയെ. നമുക്ക് ചേർന്ന് ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇന്ന് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇത് ഷാലോം ടി വിയിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അവരുടെ കുടുംബങ്ങളെയും, കുടുംബത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അവരുടെ നിയോഗങ്ങളെ നമുക്ക് അമ്മ വഴി ഈശോയിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കാര്യങ്ങൾ വീശി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 14:2. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ഹല്ലേലൂയ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്ന സമയമാണ് ഈ നൈറ്റ് വിജിലിൻ്റെ ഈ രാത്രിയിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്ന, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ ഏറ്റവും ആഗ്രഹത്തോടെ നമ്മൾ കാത്തിരിക്കണം. ഈ രാത്രി നമുക്ക് ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, കാണാനും കേൾക്കാനും കാവലിരിക്കാനും കൂടെ നടക്കാനും, എന്തിന്, വിശുദ്ധ കുർബാനയായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കാണാനും കേൾക്കാനും കാവലിരിക്കാനും കൂടെ നടക്കാനും വിശുദ്ധ കുർബാനയായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവം. നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് ആ തമ്പുരാനെ ഒന്ന് കണ്ടേ, ആ തമ്പുരാനെ ഒന്ന് കണ്ടേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും ഒരിക്കലും അനാഥരല്ല. നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കാവലിരിക്കുന്ന, നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു പൊന്നു തമ്പുരാൻ. കണ്ണുകളടച്ച് നമുക്കൊന്ന് ഈ ഈരടിയിലൂടെ ഒന്ന് നമുക്ക് ആ ഈശോയുടെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയാനായിട്ട് നമുക്കൊന്ന് ഒരുങ്ങാം. കാണാനും കേൾക്കാനും കാവലിരിക്കാനും. കാണാനും കേൾക്കാനും കാവലിരിക്കാനും കൂടെയുണ്ടെൻ്റെ ദൈവം. ഇന്നും കുർബാനയാകുമൻ ദൈവം. നമുക്കൊന്ന് ചേർത്ത് പാടിയാലോ? കാണാനും കേൾക്കാനും കാവലിരിക്കാനും കൂടെയുണ്ടെൻ്റെ ദൈവം. ഇന്നും കുർബാനയാകുമൻ ദൈവം. ഒരിക്കൽ കൂടി. കാണാനും കേൾക്കാനും കാവലിരിക്കാനും കൂടെയുണ്ടെൻ്റെ ദൈവം. ഇന്നും
പാടാം. കുർബാനയാകുമെൻ ദൈവം. ഒന്ന് ആഗ്രഹിച്ച് സന്തോഷത്തോടെ പാടിക്കേ. കാണാനും കേൾക്കാനും കാവലിരിക്കാനും കൂടെയുണ്ടെന്റെ ദൈവം. നമ്മുടെ കർത്താവ് ഇന്നും കുർബാനയാകുമെൻ ദൈവം. ഒരിക്കൽ കൂടി കുർബാനയാകുമെൻ ദൈവം. നമുക്കൊരിക്കൽ കൂടി എല്ലാവർക്കും കൂടെ ചേർന്നൊന്ന് പാടാം. കാണാനും കേൾക്കാനും കാവലിരിക്കാനും കൂടെയുണ്ടെന്റെ ദൈവം. ഇന്നും കുർബാനയാകുമെൻ ദൈവം. ഇന്നും കുർബാനയാകുമെൻ ദൈവം. ആ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, ആ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? കാണാനും കേൾക്കാനും കാവലിരിക്കാനും കൂടെ നടക്കാനുമുള്ള ആ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പം നമ്മൾ എന്തിനു ഭയപ്പെടണം? അവിടുന്ന് വചനത്തിലൂടെ യെശയ്യായുടെ പുസ്തകം 41:10 ഇപ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് പറയുക, മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവിടുന്ന് പറയുക, തിരുവചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് അനേക പ്രാവശ്യം, ഏതാണ്ട് 365ഓളം പ്രാവശ്യം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അത് മാത്രമല്ല, പിന്നെയും പറയുന്നുണ്ട്, ഞാനുണ്ട് നിൻ്റെ കൂടെ. മകനെ മകളെ, നീ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, കർത്താവാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പം എന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അവിടുത്തെ വിജയകരമായ വലത് കൈകൊണ്ട് അവിടുന്ന് എന്നെ താങ്ങി നിർത്തും, എന്നെ ചേർത്ത് നിർത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. കർത്താവ് ഇങ്ങനെ വചനത്തിലൂടെ ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഈ ഭയം വിട്ടുമാറാത്തത്? എന്തുകൊണ്ടാണ് ഈ ഭയം നമ്മളിൽ നിന്ന് വിട്ടുമാറാകാത്തത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭയം വിട്ടുമാറണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകണം. ദൈവത്തിൻ്റെ ശക്തി പ്രകടമായാൽ മാത്രമേ എന്നിലുള്ള ഭയം എന്നിൽ നിന്ന് വിട്ടുമാറുള്ളൂ. അതുകൊണ്ടാണല്ലോ അവിടുന്ന് വചനത്തിലൂടെ പറയുന്നുണ്ടല്ലോ, അത്യുന്നതിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് അത്യുന്നതിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വന്നു നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നിമിഷം നമുക്കൊന്ന് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഭയം വിട്ടുമാറും. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് ആഗ്രഹിക്കാം, പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ശക്തിയായി അവിടുന്ന് എന്നിലേക്ക് നിറയണമേ. നമുക്ക് ആഗ്രഹിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറയട്ടെ. എല്ലാവരും ആഗ്രഹിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. പരിശുദ്ധാത്മാവ്
നമ്മളിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. അവിടുന്ന് വീണ്ടും ലൂക്കാ സുവിശേഷം 1:35 ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് പോകുക. നമ്മൾ ആഗ്രഹിക്കുക, തീവ്രമായി ആഗ്രഹിക്കുക, ആ പരിശുദ്ധാത്മാവെ അവിടുന്ന് ദൈവത്തിൻ്റെ ശക്തിയായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായി, അവിടുന്ന് അഗ്നിനാവുകളായി അവിടുന്ന് ഈ നിമിഷം ഞങ്ങളിലേക്ക് നിറയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ അരികിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഏറ്റവും സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടാം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ശക്തിയായി, അവിടുന്ന് ബലമായി, അഗ്നിയായി അവിടുന്ന് ഇപ്പോൾ എന്നിലേക്ക് നിറയണമേ നമ്മളൊന്ന് ആഗ്രഹിച്ച് നമുക്കൊന്ന് പാടാം. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ചേർന്ന് പാടാമോ? ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു പറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിർത്തന്നലായി എന്നകതാരിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി ചേർന്ന് പാടാമോ? ആഗ്രഹിച്ച് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എന്നിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ വീണ്ടും നമുക്ക് ആഗ്രഹിക്കാം. യെശയ്യായുടെ പുസ്തകം 10:17 ഇപ്രകാരം പറയുന്നു, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവിനെ ദഹിപ്പിച്ച് കളയുന്ന അഗ്നിനാവുകൾ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുവാനായിട്ടൊന്ന് ആഗ്രഹിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഏറ്റവും സന്തോഷത്തോടെ ആമേൻ. ആ സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ടെന്ന് പാടിക്കേ. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരമിന്നെന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്തകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സ്തുതിപ്പിന്റെ വരമിന്നെന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്തകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സെഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതന്നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. സെഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതന്നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി. നിറവായി
റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, എന്നിൽ നീ നിറവായി വാ. അപ്പോസ്തല പ്രവർത്തനം 2:2 ഇപ്രകാരം പറയുന്നു: കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവൻ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിറയുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവ് വന്നു നിറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭയം എടുത്തു മാറുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ നമുക്ക് ലഭിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഭാഷാപരത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ആത്മാവിനോട് സംസാരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നിറയാൻ ഒരിക്കൽ കൂടി ആഗ്രഹിച്ച കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എല്ലാവരും സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഭാഷാപരം ഞങ്ങൾ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുക. അവിടുത്തെ മഹത്വപ്പെടുത്താൻ, അവിടുത്തെ സ്തുതിക്കാൻ, അവിടുത്തെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവേ, അതിനുള്ള ശക്തി, അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നമുക്കൊന്ന് ആഗ്രഹിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് നിറയുന്ന സമയം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് നിറയുന്ന സമയം, ദൈവത്തിന്റെ ശക്തി നിറയുന്ന സമയം, ആത്മാവിന്റെ ശക്തി നിറയുന്ന സമയം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റുഹായേ, 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 റുഹായേ. കരങ്ങളടിച്ച് ഏറ്റവും സന്തോഷത്തോടെ ഭയന്നു വിറച്ച സ്ത്രീഹന്മാരെ ശക്തനാക്കിയവൻ, ആമേൻ. ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയന്നേകിയ എന്നിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഫലദാനവരങ്ങളാലെ ശോഭിതമാക്കണമേ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഹോരേബ് മാമലമേലെ ഉൾപ്പടർപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനെ, കരങ്ങൾ ഉയർത്തി നീ കാറ്റായി വാ, ചേർന്ന് പാടിക്കേ. റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, എന്നിൽ നീ നിറവായി വാ. ചേർന്ന് പാടാം. റുഹായേ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, എന്നിൽ നീ നിറവായി വാ. ഒരിക്കൽ കൂടി വിളിച്ചേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, ആത്മാവ് നിറയട്ടെ. എന്നിൽ നീ നിറവായി വാ. റുഹായേ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, എന്നിൽ നീ നിറവായി വാ. റുഹായേ വിളിച്ചേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, എന്നിൽ നീ നിറവായി വാ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവേ ഞങ്ങളിലേക്ക് നിറയണമേ, ആത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയം വിട്ടുമാറുന്ന സമയമാ, ഭയം വിട്ടുമാറുന്ന സമയമാ, നിരാശകൾ വിട്ടുമാറുന്ന സമയമാ. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നീ കാറ്റായി വാ, നീ നാവായി വാ, വെൺപ്രാവായി വാ, എന്നിൽ നീ നിറവായി വാ, നീ കാറ്റായി വാ, നീ നാവായി വാ, വെൺപ്രാവായി വാ, എന്നിൽ നീ നിറവായി വാ. നമ്മുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് സ്വീകരിക്കാം. നമുക്ക് സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം, നമുക്ക് ശാന്തമായി ഇരിക്കാം. എന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹത്തോടെ നമ്മുടെ പരിശുദ്ധാത്മാവേ, എന്നിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, എന്നെ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, എന്നെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, എന്നെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ. അപ്പം നമുക്ക് പറയാം, നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറയട്ടെ. നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, നമ്മൾ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ഇനി ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല, ഇനി ഞാൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല. കാരണം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിച്ചുകൊണ്ട് നമുക്കൊന്ന് ആഗ്രഹിക്കാം. റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെൺപ്രാവായി വാ, റൂഹായെന്നിൽ നീ നിറവായി വാ. ഒരിക്കൽ കൂടി ഒന്ന് ആഗ്രഹിച്ച് പാടാമോ? പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ കൂടി നമ്മളിലേക്ക് നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എന്നിൽ നീ നിറവായി വാ. പേടിച്ചു വിറച്ച് മുറിക്കുള്ളിൽ ഇരുന്ന ശ്ലീഹന്മാരുടെ മേല് തീനാവായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കും കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി പാടാമോ? ഇനി എന്നിൽ ഭയമുണ്ടാകുകയില്ല, ഇനി എന്നിൽ നിരാശയുണ്ടാകില്ല. എന്നിൽ നീ നിറവായി വാ. ചേർന്ന് പാടാമോ? സന്തോഷത്തോട് പറയാമോ ഹല്ലേലൂയ? കരങ്ങൾ വീശി പറയാമോ ഹല്ലേലൂയ? സ്നേഹമുള്ളവരെ, നമ്മൾ ജപമാലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ യുവ വിശുദ്ധനായ, സൈബർ ലോകത്തിൻ്റെ വിശുദ്ധനായ കാർലോ അക്വിറ്റീസ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും ചെറിയ ഗോവണിയാണ് ജപമാലയെന്ന്.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം.